ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനി ജീവനോടെ ഉണ്ട് എന്ന് ട്രംപ്. The soul of royal art, Kairali Jewelers. പരിക്കേറ്റിട്ടുണ്ട്. അഭ്യൂഹങ്ങൾക്കിടെ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനി ജീവനോടെ ഉണ്ടോ എന്നതാണ് ഇപ്പോൾ ചോദ്യമായി ഉയരുന്നത്. എന്നാൽ ജീവനോടെ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് എന്നതാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്നും ട്രംപ് വ്യക്തമാക്കി. റേഡിയോ അവതാരകൻ അവിടെ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യത്തിനാണ് ഇത്തരം ഒരു മറുപടി നൽകിയിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിനെ കുറിച്ച് ട്രംപ് നിർണായക പ്രതികരണം നടത്തിയത് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അതീവ ഗുരുതരമായി തന്നെ പരിക്കേറ്റിരിക്കുകയാണ്. ശരീരത്തിന്റെ ഇടതുഭാഗം, കൈ, കാൽ തുടങ്ങി എല്ലാ ഭാഗത്തും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മരിച്ചുവെന്ന് ഞാൻ കരുതുന്നില്ല എന്നതായിരുന്നു ട്രംപ് പറഞ്ഞത്. ഇനി അങ്ങനെയല്ല, പരമോന്നത നേതാവ് ജീവനോടെ ഇല്ല എങ്കിൽ അവർ, അതായത് ഇറാൻ ആകട്ടെ, വളരെ മികച്ചൊരു നാടകം ഇവിടെ കളിക്കുകയാണ് എന്നതും ഇവിടെ ട്രംപ് എടുത്തു പറയുന്നുണ്ട്. മുജ്തബ ഖൊമേനി കൊല്ലപ്പെട്ട എന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ ഇറാൻ ഇക്കഴിഞ്ഞ മാസങ്ങളിലായി തന്നെ, അതായത് സമീപ മാസങ്ങളിലായി തന്നെ അവർ പുറത്തുവിട്ട ചില വീഡിയോ ദൃശ്യങ്ങൾ അത് എല്ലാവരിലും ഒരു സംശയം ഉളവാക്കുന്നത് തന്നെയായിരുന്നു. കാരണം മുജ്തബ ഖൊമേനി ആകട്ടെ ആ സമയം അന്നേരം ചിത്രീകരിച്ചത് എന്ന തരത്തിലുള്ള വീഡിയോ, മുജ്തബ ഖൊമേനിയുമായി ബന്ധപ്പെട്ട വീഡിയോ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ പ്രചരിച്ച് അവിടുത്തെ ഇറാനിലെ നേതാക്കളുമായി തന്നെ മുജ്തബ ഖൊമേനി സംസാരിക്കുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള വളരെ കുറച്ച് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ വീഡിയോ ദൃശ്യമെല്ലാം പുറത്തു വന്നതിന് ശേഷമാണ് ഇപ്പോൾ ട്രംപിന്റെ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. എന്ത് തന്നെയായാലും മുജ്തബ ഖൊമേനി മരിച്ചിട്ടുണ്ട് എങ്കിൽ ഇറാൻ കളിക്കുന്നത് വെറും നാടകം തന്നെയാണ് എന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. പരമോന്നത നേതൃസ്ഥാനത്ത് എത്തിയതിനു പിന്നാലെ തന്നെ മുജ്തബ ഖൊമേനി പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാതിരുന്നതും അദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങൾ ഒന്നും തന്നെ പുറത്തു വരാതിരുന്നതുമാണ് ഇപ്പോൾ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. മുജ്തബ ഖൊമേനി കൊല്ലപ്പെട്ടിരിക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇതിനിടയിൽ പ്രചരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്ന ട്രംപിന്റെ പ്രതികരണം ശ്രദ്ധേയമാകുന്നത്. ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ അയത്തുള്ള അലി ഖൊമേനി അതിനെ തുടർന്നുകൊണ്ടാണ് മുജ്തബ ഖൊമേനി ഇറാന്റെ പരമോന്നത നേതൃസ്ഥാനത്തിലേക്ക് എത്തിയത്. എന്നാൽ അധികാരം ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന്റെ പൊതു സാന്നിധ്യം, അതായത് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് വളരെ പരിമിതമായിരുന്നു. ഇതോടുകൂടി തന്നെ ഇറാന്റെ പരമോന്നത നേതാവിന്റെ ആരോഗ്യനിലയും സുരക്ഷയും വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. ട്രംപ് പരിക്കേറ്റതായി തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ആ പരിക്കിന്റെ സ്വഭാവമോ എവിടെയാണ് അദ്ദേഹം കഴിയുന്നതെന്നോ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. മുജ്തബ ഖൊമേനിയുടെ പൊതു സാന്നിധ്യമില്ലാതെ ഇറാന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചുള്ള ചർച്ചകൾക്കും ശക്തി നൽകുന്നുണ്ട്. ഇപ്പോൾ ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തൽ ആ അഭ്യൂഹങ്ങൾക്ക് മറ്റൊരു വഴിത്തിരിവാണ് പകരുന്നത്. കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ തന്നെ മുജ്തബ ഖൊമേനി ജീവനോടെ അല്ലെങ്കിൽ ഒരുപക്ഷെ പരിക്കേറ്റു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നതിനാൽ തന്നെ ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവിന്റെ ആരോഗ്യനിലയിൽ വീണ്ടും ആകാംക്ഷ ഉയരുകയാണ്. ഇറാന്റെ പരമോന്നത നേതൃസ്ഥാനത്ത് മുജ്തബ ഖൊമേനി എത്തിയിട്ടും പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാത്തത് പല അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഇരിക്കാമെങ്കിൽ പോലും ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരിക്കാം അടക്കമുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ തന്നെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായി ഈ തരത്തിൽ ഇടയ്ക്കിടെ തന്നെ വാർത്തകൾ പ്രചരിക്കുന്നത് ജനങ്ങളിൽ തന്നെ ആശങ്ക ഉളവാക്കുന്നുണ്ട്. അടുത്തിടെ തന്നെ ഇറാന്റെ ഫാഴ്സ് ന്യൂസ് ഏജൻസിയാണ് പരമോന്നത നേതാവിന്റെ തീയതി രേഖപ്പെടുത്താത്ത അപൂർവ തരത്തിലുള്ള ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.